ദൈവത്തോടൊപ്പം നടക്കുക എന്നത് ഒരു മാരത്തോൺ ഓട്ടം പോലെയാണ്. അത് ഒരു ദിവസത്തെ ആവേശമല്ല, മറിച്ച് നിത്യതയോളം നീളുന്ന വിശ്വസ്തതയാണ്. പലപ്പോഴും ആത്മീയ ജീവിതം എന്നത് 100 മീറ്റർ ഓട്ടം പോലെ പെട്ടെന്ന് തീരുന്ന ഒന്നാണെന്ന് നാം കരുതാറുണ്ട്. എന്നാൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം അവസാന ശ്വാസം വരെ നീളുന്ന ഒരു ഓട്ടമാണ്. ദൈവത്തിന് പ്രകാരം പറയുന്നു, നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സഹിഷ്ണുതയോടെ ഓടുക. നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. എബ്രായർക്ക് ലേഖനം 12-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ. ബൈബിളിലെ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം ഇതിന് വലിയൊരു ഉദാഹരണമാണ്. തന്റെ ഓട്ടത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പൗലോസ് പറഞ്ഞത്, ഞാൻ നല്ല പോരാട്ടം പോരാടി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്നാണ്. തുടക്കത്തിലെ ആവേശം മാത്രമല്ല, ഒടുക്കം വരെയുള്ള കർത്താവിനോടുള്ള വിശ്വസ്തതയാണ് അവന് നീതിയുടെ കിരീടത്തിന് അർഹനാക്കിയത്. എത്ര വലിയ പ്രതിസന്ധികൾ വന്നിട്ടും അവൻ തന്റെ ഓട്ടം നിർത്തിയില്ല. വിശ്വാസം എന്നത് എങ്ങനെ തുടങ്ങുന്നു എന്നതിലല്ല, മറിച്ച് അതെങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നതിലാണ്. വേഗതയല്ല, മറിച്ച് സ്ഥിരതയാണ് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത്. വീഴുമ്പോഴല്ല, വീണിട്ട് എഴുന്നേൽക്കാതിരിക്കുമ്പോഴാണ് നിങ്ങൾ പരാജയപ്പെടുന്നത്. പലരും ആവേശത്തോടെ വിശ്വാസത്തിലേക്ക് വരുന്നു, എന്നാൽ വഴിയിലെ കല്ലും മുള്ളും കാണുമ്പോൾ ഓട്ടം നിർത്തുന്നു. എന്നാൽ ഒരു മാരത്തോൺ താരം ക്ഷീണിക്കുമ്പോഴും ലക്ഷ്യസ്ഥാനം നോക്കി മുന്നോട്ട് നീങ്ങുന്നു. എൻ്റെ ഉപദേശം ഇതാണ്: സാഹചര്യങ്ങൾ മാറുമ്പോൾ നിങ്ങൾ ആവേശം കുറയാൻ അനുവദിക്കരുത്. ഒരു ദിവസത്തെ പ്രാർത്ഥന കൊണ്ടോ സ്തുതി കൊണ്ടോ തീരുന്നതല്ല നിങ്ങളുടെ ആത്മീയ യാത്ര. ലക്ഷ്യസ്ഥാനമായ ക്രിസ്തുവിനെ മാത്രം നോക്കി ഓരോ ദിവസവും വിശ്വസ്തയോടെ മുന്നോട്ട് നീങ്ങുക. അവസാനം വരെ ഓടി തീർക്കുന്നതിന് മാത്രമാണ് വിജയഗിരിയുടെ കാത്തിരിക്കുന്നത്. ക്രിസ്തു യേശുവിലൂടെ നിത്യതയ്ക്കാവുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.